ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിപ്പോഴും ഒരു കണക്കും തെറ്റിയിട്ടില്ല. ജീവിതത്തിലായാലും പേപ്പറിലായാലും. പിന്നെ ചെറിയ ഒരു വെട്ടിത്തിരുത്തൽ വേണ്ടി വന്നേ ഉള്ളൂ. 2 തവണ മാത്രം. അത് ഞാൻ കാര്യമാക്കുന്നില്ല. അത് ഞാൻ കാര്യമാക്കാത്തതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ ചിലപ്പോ നാളെ ഒരു ബിസിനസ് ട്രിപ്പ് പോവും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. എവിടെ? എന്ത് ബിസിനസ് ട്രിപ്പ്? നാളെ ഒന്നും പോണ്ട. ഞാൻ പോകുന്നുണ്ട് എന്നാ പറഞ്ഞത്, പൊയ്ക്കോട്ടെ എന്നല്ല. അനുവാദം ചോദിക്കാനുള്ള ബന്ധം നമുക്കിടയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പറഞ്ഞത്, ആരെങ്കിലും എന്നെ ചോദിച്ച മറുപടി പറയാൻ വേണ്ടി മാത്രം. ഭാര്യ കുഴഞ്ഞു വീണ ആശുപത്രിയിൽ കിടന്നിട്ടും പേരിനൊന്ന് അവിടം വരെ വന്നിട്ട് പോയ ഭർത്താവിന്റെ വാക്ക് കേൾക്കാൻ മാത്രം അത്ര കുലസ്ത്രീ അല്ല രമാദേവി. ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് ഞാൻ വന്നതുകൊണ്ട് മറ്റുദ്ദേശങ്ങളൊന്നും നടന്നു കാണില്ല, അല്ലേ? സാരല്ല, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ. നല്ല സൗകര്യമായിരിക്കും. നീ പറഞ്ഞ ആ സൗകര്യം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഉണ്ടായാലും ഇല്ലേലും എനിക്കൊന്നുമില്ല. ഞാനായിട്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് നീ ആലോചിക്കണ്ട. പിന്നെ ആശുപത്രിയിൽ വരാത്ത കാര്യം, അസുഖം അഭിനയിച്ച് കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് ഭർത്താവ് വേണമെന്നില്ല. നേരത്തെ പറഞ്ഞ ഉപേക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആദ്യം ഞാനായിരിക്കും, അല്ലേ? അത് അങ്ങനെ തന്നെ വേണമല്ലോ. എന്റെ വിധി, അല്ലാതെന്താ? അമ്മേ, അകത്തോട്ട് വന്നോട്ടെ. അമ്മേ, അർജുൻ സാറിന് വ്രതമായ സ്ഥിതിക്ക് ഇന്നും മാറിക്കിടക്കണോ അല്ലേ? മാറിക്കിടക്കണം. അർജുൻ 10 ദിവസം വ്രതത്തിലല്ലേ? അത്രയും ദിവസവും നീ മാറിക്കിടക്കണം. നേരത്തെ എവിടെയാണോ കിടന്നത് ആ മുറി തന്നെ കിടന്നാ മതി. സംശയമൊക്കെ തീർന്നെങ്കിൽ നീ ചെല്ല്. നീ കാണിക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. അതിന് ഞാൻ എന്ത് കാണിച്ചു? കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവർ ഒരുമിച്ച് കഴിയാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ, ഇല്ലാത്തൊരു അസുഖവും അതിന്റെ പുറയിൽ ഇല്ലാത്തൊരു പൂജയും വ്രതവും. എന്തിനാ രമ ഇതൊക്കെ? അർജുന്റെ അച്ഛൻ കുറച്ച് ദിവസമെങ്കിലും അവന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അവന് അതിനും വിധിയില്ല.